ഹല്ലേലൂയ. ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. ദൈവവചനം ശ്രവിക്കുന്ന, ദൈവവചനം വായിക്കുന്ന നമ്മളോട് ഈശോ പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, അതുപോലെ തന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഈശോ പറയുകയാണ്, ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവോട് പൂർണ്ണ സമർപ്പണമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതലായിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചാണ് ഈശോ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുക. ഹല്ലേലൂയ. അതായത് ഈശോ തൻ്റെ കുരിശിൻ്റെ ബലിയിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നേ ദിവസം ഈ തിരുവചനത്തിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ഈശോ പറഞ്ഞതുപോലെ നമുക്ക് വ്യാപരിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിലെ ദിവ്യാനീശോ ഏറ്റവും ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.